ഈ സിനിമയുടെ കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് നാനയിൽ എൻ്റെ മേൽവിലാസം കൊടുത്തിട്ടുണ്ട്. ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അന്നൊക്കെ. അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നത്. ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത്. ശ്രീനിവാസൻ എൻ്റെ നിത്യ സന്ദർശകനാണ്. ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ്. അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്ന ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരംകുന്ന് പുതിയൂരിലെ ലിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത്. അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ. ഇത് വേറെ ഈ സിനിമയിലെ കഥ. പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ കഥാപാത്രം. ഇതിനപ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായിരുന്നു. ഈ സിനിമയിൽ സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിൻ്റെ കഥാതന്തു തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അതറിയിച്ചു കൊടുക്കുന്നു. സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ കൊതിപ്പിക്കുന്നതാണ്. സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ള, ഉപദേശങ്ങൾ തന്നിട്ടുള്ള, ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു. ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കയുടെ തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു അദൃശ്യത സിനിമയിൽ ഉടനീളമുണ്ട്. ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുവായിട്ട് വന്ന് അതിന് അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും. ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്, അത് 2 ദിവസം വന്ന് അഭിനയിച്ചാൽ മതി. ഇപ്പം ഞാൻ ജോഫിനോട് ചോദിച്ചു, എനിക്ക് കുറച്ചുകൂടി ഒരു നല്ല റോള് തന്നൂടെ, 2 ദിവസമല്ല എനിക്ക് 3 ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം, കുറച്ചുകൂടെ നല്ല വേഷം തന്നൂടെ എന്ന് ജോഫിനോട് ചോദിച്ചു. പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട്, സിദ്ദിഖിൻ്റെ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല, ഇത് സിദ്ദിഖ് ചെയ്താൽ തന്നെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ്. അതിന് കാരണക്കാരനായ എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കയുടെയാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. ആദ്യം 1 വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലർ എന്ന സിനിമ നമ്മൾ ചെയ്ത്, ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ പറ്റിയത്. 1 വർഷത്തിനിപ്പുറം രേഖാചിത്രത്തിൻ്റെ സക്സസിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന്. അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച്. ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതിനാണ്. ജോഫിൻ ചേട്ടനും താങ്ക് യു. ഈ സിനിമ നടക്കാൻ ഒരു യെസ് കാരണമായിട്ടുള്ള അത് ഏറ്റവും വലിയ യെസ് മമ്മൂക്കയുടെ ആയിരുന്നു. മമ്മൂക്കയുടെ കഥ പറഞ്ഞ ശേഷം തുടങ്ങിയത്. അന്ന് മമ്മൂക്ക സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. അന്ന് മമ്മൂക്ക സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാതോട് കാതോരം സിനിമയുടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ നടന്നത്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് ഈ പറയുന്ന ഒരുപാട് ലെജൻസിൻ്റെ ഒപ്പമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതെന്നെ പോലെ പുതിയ ആൾക്ക് വളരെ വലിയൊരു കാര്യമാണ്.